അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുൻ നൂർ, 39 മുതൽ 44 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. അവിശ്വസിച്ചിട്ടുള്ളവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ കാനൽ, അതായത് ജലം പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്ത് ചെല്ലുമ്പോൾ അതിനെ യാതൊരു വസ്തുവായും കണ്ടെത്തുകയില്ല. അവൻ അതിനടുത്ത് അള്ളാഹുവിനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവന്റെ വിചാരണ അവൻ, അതായത് അള്ളാഹു, തികച്ചും നടത്തുന്നതാകുന്നു. അള്ളാഹു വിചാരണ വേഗം കഴിക്കുന്നവനത്രേ. ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജി യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദിൻ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ ومن لم يجعل الله له نورا فما له من نور. അല്ലെങ്കിൽ, അതായത് അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാകുന്നു. അതിനെ, അഥവാ ആ സമുദ്രത്തെ, തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അതിനു മീതെയും തിരമാലയുണ്ട്, അതിനു മീതെ കാർമേഘവും, ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ടുള്ള അന്ധകാരങ്ങൾ. തൻ്റെ കൈകൾ പുറത്തു കാട്ടിയാൽ അവനത് കാണുമാറാകയില്ല. അതായത് അത്രയും വമ്പിച്ച ഇരുട്ട്. അള്ളാഹു ആർക്ക് പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല തന്നെ. അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാത്ത അവിശ്വാസികൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ അവിശ്വാസം നിമിത്തം ഫലശൂന്യമായിരിക്കുമെന്ന് ഈ ഉദാഹരണങ്ങൾ മൂലം അള്ളാഹു വെളിപ്പെടുത്തുന്നു. 2 ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത്, ദാഹിച്ചു വലഞ്ഞ ഒരാൾ വെള്ളത്തിന് ആർത്തിയോടെ ഒഴിഞ്ഞ സമതല പ്രദേശത്തേക്ക് നോക്കുമ്പോൾ അകലെ വെയിലിൽ മിനുങ്ങി കാണുന്ന കാനൽ ഒരു ജലാശയമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ പരലോകത്ത് വെച്ച് ഏറ്റവും വിഷമം പിടിച്ച ആ സന്നിഗ്ധ ഘട്ടത്തിൽ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് താൻ പ്രതീക്ഷിച്ചിരുന്ന യാതൊരു പ്രയോജനവും ലഭിക്കാതെ വരുമെന്ന് സാരം. മറ്റൊരു സ്ഥലത്ത് അവരെപ്പറ്റി അള്ളാഹു പറയുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അൽ ഫുർഖാൻ. സാരം, അവർ വല്ല കർമ്മവും പ്രവർത്തിച്ചിട്ടുള്ളതിലേക്ക് ചെന്ന് നാം അതിനെ വിതറപ്പെട്ട ധൂളികളാക്കി കളയുന്നതാണ്. ചെയ്ത കർമ്മങ്ങൾ പാഴായി പോകുന്നത് കൊണ്ടും കാര്യം അവസാനിക്കുന്നില്ല. കർമ്മഫലം അനുഭവിക്കേണ്ടുന്ന സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ വിചാരണയും ശിക്ഷയും അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും. തങ്ങളുടെ ചെയ്തികളിൽ ഒന്നൊഴിയാതെ സകലത്തെക്കുറിച്ചും അള്ളാഹു പൂർണ്ണവും വിശദവുമായി വിചാരണ നടത്തുകയും അനന്തരം തക്ക ശിക്ഷ കൽപ്പിക്കുകയും ചെയ്യും. വിചാരണ ചെയ്യപ്പെടുന്നവരുടെ ആധിക്യമോ വിസ്തരിച്ച് വിശദീകരിച്ചു കൊണ്ടുള്ള അതിൻ്റെ സ്വഭാവമോ ഒന്നും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല.
ഒന്ന് മറ്റൊന്നിന് തടസ്സമായി തീരുന്നതുമല്ല. എല്ലാം വേഗത്തിൽ വിചാരണ കഴിക്കുന്നതാകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം സൂറത്ത് മആരിജ് മുതലായ ചില സൂറത്തുകളിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഉപമ മിക്കവാറും അവിശ്വാസികളുടെ ഈ ജീവിതത്തിലെ അവസ്ഥയെയാണ് കാണിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനങ്ങളൊന്നും വകവയ്ക്കായ നിമിത്തം അവന്റെ പ്രകാശം ആസ്വദിക്കുവാൻ കഴിയാതെ അവർ വമ്പിച്ച അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. കാർമേഘത്തോളം വരുന്ന ഉയരത്തിൽ മേൽക്കുമേൽ തിരമാലകളും അതിനുമീതെ കാർമേഘവും കൂടി ഇരുളടഞ്ഞ ഒരു വമ്പിച്ച മഹാസമുദ്രത്തിൽ പെട്ടവരെ പോലെ വിവിധ അന്ധകാരങ്ങളിൽ മുഴുകിക്കൊണ്ടാണവർ കഴിഞ്ഞുകൂടുന്നത്. വിശ്വാസത്തിലും അന്ധകാരം, വാക്കിലും അന്ധകാരം, പ്രവൃത്തിയിലും അന്ധകാരം. ഇങ്ങനെ ഒരു വശത്ത് സത്യം ചിന്തിക്കുവാൻ കഴിയാതെയും കണ്ടും കേട്ടും കാര്യം ഗ്രഹിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയത്തിനും കണ്ണിനും കാതിനും ബാധിച്ച അന്ധകാരങ്ങൾ വേറൊരു വശത്തും. ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ ഗ്രാഹ്യമാകാതിരിക്കുക, ഉപദേശങ്ങൾ ഫലപ്പെടാതിരിക്കുക, ജ്ഞാനബോധമില്ലാതിരിക്കുക മുതലായവ മറ്റൊരു വശത്തും. എല്ലാം കൂടി അന്ധകാരത്തിനുമേൽ അന്ധകാരം. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രകാശത്തോടും അവിശ്വാസികളുടെ ഹൃദയങ്ങളെ അന്ധകാരത്തോടും ഉപമിച്ച ശേഷം തൗഹീദിനെ സ്ഥാപിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളെ തുടർന്നുള്ള വചനങ്ങളിൽ വിവരിക്കുന്നു. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വത്വൈറു സോഫാത്തിൻ കുല്ലും ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അണിനിരന്ന്, അതായത് വായുവിൽ ചിറകുവിടർത്തിക്കൊണ്ടുള്ള പറവകളും അള്ളാഹുവിന് തസ്ബീഹ് അഥവാ മഹത്വപ്രകീർത്തനം നടത്തുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ? എല്ലാത്തിനും തന്നെ അതതിൻ്റെ നമസ്കാരവും തസ്ബീഹും അറിയാവുന്നതാണ്. അവർ ചെയ്യുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വഇലല്ലാഹിൽ മസീർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജ്യത്വം അള്ളാഹുവിനാണ്. അള്ളാഹുവിങ്കിലേക്കാണ് മടങ്ങിയെത്തലും. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ എന്നു പറഞ്ഞതിൽ പക്ഷികളും ഉൾപ്പെടുന്നു. എങ്കിലും ഒരു നിലക്ക് ആകാശത്തും ഭൂമിയിലും ഇല്ലാത്തവണ്ണം അന്തരീക്ഷത്തിൽ അണിനിരന്ന് ചിറകുകൾ വിടർത്തി പാറിക്കുതിച്ചും പാടിക്കളിച്ചും കൊണ്ടിരിക്കുന്ന പക്ഷികളിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതത്തെയും ദൃഷ്ടാന്തത്തെയും ഓർമ്മിപ്പിക്കുവാനായി അവയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഓരോ വസ്തുവും തന്നെ അള്ളാഹു അതതിന് നിശ്ചയിച്ചു കൊടുത്ത സ്തോത്രകീർത്തനങ്ങളും കർമ്മങ്ങളും നിർവിഘ്നം നടത്തി വരുന്നു. അതതിൻ്റെ ചുമതലാ നിർവഹണത്തെപ്പറ്റി ഓരോന്നിനും ശരിക്കും അറിയുകയും ചെയ്യാം. ഈ വിഷയകമായി സൂറത്ത് അംബിയാ 79 വിവരണത്തിലും മറ്റും നാം വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമാ فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. നീ കാണുന്നില്ലേ? അള്ളാഹു
കാർമേഘത്തെ പതുക്കെ തെളിച്ചു കൊണ്ടുവരുന്നു. പിന്നീട് അതിനിടയിൽ ഇണക്കിച്ചേർക്കുന്നു. പിന്നീട് അതിനെ ആട്ടിയാക്കുന്നുവെന്ന്. അങ്ങനെ അതിനിടയിൽ കൂടി മഴ പുറത്തു വരുന്നതായി നീ കാണുന്നു. ആകാശത്തു നിന്ന് ഹിമക്കട്ടയായി അതിൽ സ്ഥിതി ചെയ്യുന്ന മലകളെ അഥവാ കൂമ്പാരങ്ങളെ അവൻ ഇറക്കിവിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ ബാധിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിലെ അഥവാ മേഘത്തിലെ മിന്നിന്റെ തിളക്കം കാഴ്ചകളെ അതായത് റാഞ്ചിക്കൊണ്ട് പോകുമാറാകും. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു രാവും പകലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും അതിൽ അതായത് മനോദൃഷ്ടിയുള്ളവർക്ക് ചിന്താവിഷയമുണ്ട്. അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന മഴക്കാറുകളെ പതുക്കെ തട്ടിക്കൂട്ടി ഒന്നിച്ചു ചേർത്ത് വലിയ മല പോലെയുള്ള അട്ടികളാക്കി പിന്നീട് അതിൽ നിന്ന് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നു. ഈ മേഘപർവ്വതങ്ങളെ ഭൂമിയിലുള്ളവർക്ക് ശരിക്ക് കാണുവാൻ സാധ്യമല്ലെങ്കിലും ഇന്ന് വിമാനയാത്രക്കാർ അതിശയോക്തി ഒട്ടും കലരാത്ത ഈ പരമാർത്ഥം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ മേഘപർവ്വതങ്ങളിൽ നിന്നു തന്നെ ഹിമക്കട്ടകളും ഹിമമഞ്ഞും താഴോട്ടിറങ്ങുന്നു. ചിലപ്പോൾ ചിലർക്ക് ഹിമവർഷം കൊണ്ട് വിഷമങ്ങളും ആപത്തുകളും നേരിടുന്നു. മറ്റുള്ളവർക്ക് അവ ബാധിക്കാതെയും ഇരിക്കുന്നു. തണുത്ത ജലവും മഞ്ഞുകട്ടയും ഒഴുകുന്ന അതേ മേഘത്തിൽ നിന്ന് ശക്തിയേറിയ ഒരു തരം തീനാളമാകുന്ന മിന്നൽ പിണറുകളും പുറപ്പെടുന്നു. അത് ബാധിച്ചാലുള്ള ആപത്ത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. മനുഷ്യന് അതിൻ്റെ നേരെ കണ്ണു തുറക്കുവാൻ പോലും അസാധ്യമാണ്. കണ്ണിന്റെ കാഴ്ച തന്നെ നശിപ്പിക്കുവാൻ മാത്രം ഊക്കേറിയതാണത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഏക മഹാശക്തി കൊണ്ടും അവന്റെ മാത്രം നിയന്ത്രണമനുസരിച്ചും നടക്കുന്നതത്രേ. ഇതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറിയും ഏറിക്കുറഞ്ഞും കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കണക്കാക്കുക സാധ്യമല്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും ഹൃദയപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ എത്രയെത്ര പാഠങ്ങൾ മനുഷ്യർക്ക് ലഭിക്കുവാനുണ്ട്. ഈ ആയത്തിന്റെ അവസാനത്തിൽ അതിൽ മനോദൃഷ്ടിയുള്ളവർക്ക് ചിന്താവിഷയമുണ്ട് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. ഇതുപോലെയുള്ള വാക്യങ്ങൾ ഖുർആനിൽ പലയിടത്തും കാണാം. സത്യവിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുവാനുതകുന്ന ചിന്താഗതിയാണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശ്യം. അങ്ങനെയുള്ള ചിന്താഗതിയാണ് ചിന്തിക്കുന്നവന്റെ യഥാർത്ഥ ഗുണത്തിനു വേണ്ടിയുള്ളത്. അല്ലാത്ത ചിന്തകൾ ശാസ്ത്രത്തിന്റെയും യന്ത്രത്തിന്റെയും പുരോഗമനത്തിന് മാത്രമായിരിക്കും ഉപയോഗപ്പെടുക.